ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം. കാരണം അത്രയും സ്നേഹിക്കുകയും ചെയ്ത് എൻ്റെ അച്ഛനും അമ്മയും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആൾക്കൊപ്പം ഇറങ്ങിപ്പോയത്. അപ്പം അതിൻ്റേതായ ദേഷ്യം ഇവർക്ക് കാണും. ഞാനെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് അവരത് ചെയ്യുന്നതെന്ന് എനിക്ക്. ആൾ പറയുന്നത് നീ ചോദിക്കുമ്പം തരാൻ എല്ലാവരും ഉണ്ട്, നീ അവരോട് പോയി കിടക്കുന്നതുകൊണ്ടാണ്. ആൾക്ക് ഏത് സമയവും ഞാൻ ആളുടെ ഒപ്പം കിടക്കുക, അത് മാത്രമായിരുന്നു ആൾക്ക്. ആ വേദന ഞാൻ സഹിച്ചെടുക്കുമ്പോഴും ആളുടെ കാര്യം മാത്രമാണ് നോക്കിയത്. കുറേ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. എന്നെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടോ, എൻ്റെ കൈയൊക്കെ അടിച്ചു പിടിച്ചിട്ടുണ്ട്. അയ്യോ, എൻ്റെ ശരീരത്തിലോ? എൻ്റെ അച്ഛൻ എന്താ പറഞ്ഞത്, നീയായിട്ടെടുത്ത തീരുമാനമാണ്, അതിൽ സുഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും നീ തന്നെ അനുഭവിച്ചോളാൻ പറഞ്ഞു. നിനക്കിവിടെ വന്ന് നിൽക്കാം, അവനുമായിട്ട് സന്തോഷത്തോടെ നിൽക്കുവാണെങ്കിൽ നിനക്കിവിടെ വന്ന് നിൽക്കാം, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്ന് നിൽക്കാൻ എനിക്ക് വേറെ ഇടവില്ല. ഞാൻ തിരിച്ചു ചെന്നാൽ എൻ്റെ വീട്ടുകാർക്ക് ഏറ്റവും എനിക്കറിയില്ല. ഈ 10,000 രൂപ സാലറി കിട്ടുന്ന അവൾക്ക് എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല, വീട്ടിലെ കുടുംബം നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അവർക്ക് ഇവിടുന്ന് വരുന്നു എന്ന് വരുമാനം. 19ാമത്തെ വയസ്സ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം മൊത്തവും ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. 32ാമത്തെ വയസ്സിൽ നഴ്സിംഗ് പഠിക്കാൻ വന്ന ആതിരയാണ് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. 32 വയസ്സെന്ന് പറഞ്ഞപ്പോൾ സങ്കടമായോ? ഇല്ല. കാരണം അതാണ് ഏറ്റവും വലിയ ക്യാപ്ഷൻ. കാരണം 2 കുട്ടികളായി, 3 കുട്ടികളുണ്ട്. ഓ, ഞാൻ പ്രൊഫൈൽ 2 കണ്ടുള്ളായിരുന്നു. 3 പേരുണ്ട് എനിക്ക്. 3 കുട്ടികളുണ്ട്. പോരാത്തതിന് ഹസ്ബൻഡുമായിട്ട് സെപ്പറേറ്റഡ് ആണ് അല്ലേ, ഡിവോഴ്സിങ് പ്രോസസ്സിലാണ്. അപ്പം ഞാൻ കണ്ടൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരു 2008 2013 മുതൽ ജോലി ചെയ്യുവാണ്, പല ജോലി. അതിൽ സെയിൽസ് സ്റ്റാഫായിട്ടുണ്ട്, പിന്നീട് വിദേശത്ത് എവിടെയൊക്കെയോ കുട്ടികളെ നോക്കാനായിട്ട്. അയ്യോ, ഞാനതൊക്കെ കണ്ട് ഞെട്ടിപ്പോയി. അങ്ങനെ ഒരാൾ വീണ്ടും പിന്നെ ചെന്നൈയിൽ വന്നു, പിന്നെ ഇപ്പം പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. കാരണം ഒരാൾ ജീവിതത്തിൽ പഠനം അത്ര അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്കൊരു അതും പ്രൊഫഷണലാണ് സ്വിച്ച് ചെയ്ത്, ചുമ്മാ പഠിക്കാൻ പോകല്ല, നഴ്സിംഗ് പഠിക്കാൻ. ആതിരെ പറയൂ, ലൈഫ് എങ്ങനെ പോകുന്നു, എങ്ങനെയാണ് ഇപ്പം ഈ ഒരു ഇതിലേക്ക് ഈ ഒരു ഡിസിഷൻ ശരിയാണോ തെറ്റാണോ, എന്താണ് തോന്നുന്നത്? ഞാൻ നേഴ്സിംഗ് പഠിക്കണമെന്നുള്ള ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മാരേജ് 18ാമത്തെ വയസ്സിലാണ് കഴിയുന്നത്. 18 വയസ്സിലെന്ന് പറയുമ്പോൾ ഞാൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്. അപ്പോൾ വീട്ടുകാരെ ഒക്കെ ധിക്കരിച്ചിട്ട് ഇറങ്ങിപ്പോയതാണ് ഞാൻ. അപ്പോൾ ഞാൻ അന്ന് പഠിക്കുമ്പോൾ TTC പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് പുള്ളി കൊണ്ടുപോകുന്നത്. പക്ഷേ മാരേജ് കഴിഞ്ഞിട്ട് പഠിത്തമൊന്നും നടന്നില്ല. 18ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ അമ്മയായി. 18ാമത്തെ വയസ്സിൽ അമ്മയായി. എൻ്റെ മോള് ജനുവരി 1-നുള്ളതാണ് മോള്. അപ്പോൾ മോള് ജനിച്ച് 9 മാസമായപ്പോൾ തൊട്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു തുണിക്കടയിലാണ്. അതെന്താ മോള് ജനിച്ചിട്ട് 9 മാസം മുതൽ ജോലിക്ക് പോകേണ്ടി വന്നേ? അങ്ങനെ പോകേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഹസ്ബൻഡ് ജോലിയും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാനോട് ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കൊരു സപ്പോർട്ട് ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പോകാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ആദ്യം ഒരു തുണിക്കടയിലാണ് ജോലിക്ക് പോയത്. അപ്പം മോളെ ആരുടെ ഏൽപ്പിച്ചു? മോളെ അമ്മായിമ്മയായിരുന്നു നോക്കിയിരുന്നത്. അമ്മ നന്നായിട്ട് നോക്കിയെടുക്കുകയൊക്കെ ചെയ്യും. അപ്പം അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ആദ്യം ഞാൻ ജോലിക്ക് പോകുന്നതിനോട് വലിയ എതിർപ്പായിരുന്നു. എതിർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നത് അത്ര നല്ലതല്ല, അവർക്ക് അഹങ്കാരം വരുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അഹങ്കാരത്തിൻ്റെ അല്ല, ഞാനോട് ജോലിക്ക് പോയാൽ നമുക്കതൊരു ഹസ്ബൻഡ് ഒരു സപ്പോർട്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയത്. അപ്പം ഞാൻ ആദ്യം അക്കൗണ്ടിങ് പഠിച്ചതാണ്. അപ്പോൾ ബില്ലിങ്ങിൻ്റെ ഇതായിട്ട് നോക്കി. അപ്പോൾ ഒരു തുണിക്കടയിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ബില്ലിങ് അവിടെ പഠിച്ചു. 1 മാസമായപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ധന്യ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ആളെ എടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വേക്കൻസിയിൽ അവിടെ ചോദിച്ചു, എനിക്കവിടെ കിട്ടി. അപ്പോൾ ഞാൻ കയറുമ്പോൾ സെയിൽസ് സ്റ്റാഫായിട്ടാണ് കയറിയത്. ധന്യയുടെ തന്നെ ഞാൻ കയറുമ്പോൾ ഏതാണ്ട് 35 ബ്രാഞ്ചോളേ ഉള്ളൂ. ഞാൻ ഇറങ്ങുമ്പോൾ 45ഓളം ബ്രാഞ്ചുകളുണ്ട്. കയറുമ്പോൾ തന്നെ സാലറി എന്ന് പറയുമ്പോൾ എനിക്ക് 7,000 രൂപയേ ഉള്ളൂ. ഇറങ്ങുമ്പോൾ 10-13,000 മേലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോലിക്ക് കയറി ഒരു 1.5 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ സെക്കൻഡ് അടുത്തൊരു കുട്ടിയായി. അപ്പം എനിക്കത് നിർത്തേണ്ടി വന്നു. അത് നിർത്തിയതിന് ശേഷം പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നത് 3ാമതൊരാളായി കഴിഞ്ഞപ്പോൾ ആണ് ജോലിക്ക് വന്നത്. അത് അയാൾക്കും ഒരു വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ പോകാൻ തുടങ്ങി. 3ാമത്തെ കുട്ടിയും പെട്ടെന്ന് പിള്ളേരെ എല്ലാം പെട്ടെന്ന് എല്ലാവരും 1 വയസ്സ് 1.5 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെയും ജോലിക്കാൻ പോകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ തന്നെ.
ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ പണി ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല, അങ്ങനെയുള്ള രീതിയാണ്. പിന്നെ ആള് ഒരു കുറച്ച് മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ജോലിക്ക് പോവും, പൈസ കിട്ടും, ആള് നമ്മുടെ കൈ കൊണ്ട് തരത്തില്ല എന്നൊന്നും പറയുന്നില്ല, തന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ പൈസ തന്നെ മേടിച്ച് കുടിക്കും. പിറ്റേ ദിവസം ഒന്നും ജോലിക്ക് പോകത്തില്ല, അതോ പോയാലും പകുതിക്ക് വെച്ചിട്ടിങ്ങ് പോരും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ മേടിച്ചിട്ട് കുടിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ പലവരുടെ കയ്യിൽ നിന്നും കടോ ഇടമൊക്കെ വാങ്ങിച്ച് ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്കാണെങ്കിലും ഇപ്പോൾ ലോൺ അടയ്ക്കാനാണെങ്കിലും പലവരുടെ കയ്യിൽ നിന്ന് കടോ ഇടവും ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് എനിക്ക് കറക്റ്റ് സമയത്തിന് കൊടുക്കണം, അങ്ങനെ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ എനിക്കത് കൊടുക്കാൻ പറ്റില്ല, വേറെ ആളുടെ കയ്യിൽ നിന്ന് റോൾ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ ഹസ്ബൻഡ് അടുത്ത് ചോദിക്കും, ഞാൻ ഇന്നാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് കൊടുത്തു, ഇന്നാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് കൊടുത്തു. അപ്പോൾ ആൾ തരത്തില്ല എന്നല്ല, ചിലപ്പോൾ 1-2 ആഴ്ചയൊക്കെ എടുക്കും. പക്ഷേ എനിക്ക് ഞാൻ നാളെ തരാമെന്ന് പറഞ്ഞ് മേടിച്ച് എനിക്ക് നാളെ കൊടുക്കണം. കാരണം നാളെ എനിക്ക് ഇനി ഒരു ആവശ്യം വരുമ്പോൾ എനിക്ക് തിരിച്ച് മേടിക്കേണ്ടതാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മയെ കണ്ട് വളർന്ന ഒരാളാണ്. എൻ്റെ അമ്മയും അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അത് കണ്ട് വളർന്നുകൊണ്ട് എനിക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് അവരെ കാണുമ്പോഴത്തേക്ക് മുഖം മറിച്ച് പോവുക, പിന്നെ അവർ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കുക, അതൊന്നും എനിക്ക് അങ്ങനെ പറ്റില്ല. അപ്പം ഞാൻ ജോലിക്കിറങ്ങി ആ സമയത്ത് കൊറോണ വന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ജോലിക്കിറങ്ങി. അന്ന് ഞാൻ ജോലിക്ക് കയറുമ്പോൾ ബില്ലിങ്ങിലായിട്ട് തന്നെയാണ് കയറിയത്. അത് ശക്തികുളങ്ങര സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ എനിക്ക് ധന്യ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടും പിന്നെ ഞാൻ നോക്കിയപ്പോൾ ESA PF, എനിക്കെന്ന് വെച്ചാൽ ESA PF-നെക്കാട്ടും ഞാൻ നോക്കിയത് ESA ആണ്. കാരണം എനിക്ക് 3 കുട്ടികളുണ്ട്, അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പൈസയും കാര്യങ്ങളൊന്നും ആവുന്നില്ല. അങ്ങനെയാണ് ഞാൻ പോകുന്നത് ഹോസ്പിറ്റലിൽ. ESAയും PF-ഉം കിട്ടുന്ന ഒരു രീതിക്ക് തന്നെ നോക്കിയത്. അങ്ങനെ ജോലിക്ക് പോയിട്ട് ഞാൻ കുറേശ്ശെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ ഒരു വണ്ടി എടുത്തു. ഞാൻ വണ്ടി എടുക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് വെളുപ്പിനെ ബോട്ടിൻ്റെ അടുത്തൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ ആൾ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ട് റിലേറ്റീവ്സിനൊക്കെ വണ്ടിയുണ്ട്. അപ്പം നമ്മൾ ചില സമയത്ത് ചോദിക്കുമ്പോൾ അവർക്ക് അങ്ങോട്ട് പോകാനുണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാനുണ്ട്, അല്ലെങ്കിൽ ആ വീടിനടുത്തുള്ളവരുടെ അടുത്ത് വണ്ടി ചോദിക്കുമ്പോൾ തരാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടി എടുത്തു. പേപ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്ത് വണ്ടി എടുത്തു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചത്. വണ്ടി എടുത്തതിന് ശേഷം കുറേശ്ശെ ഇപ്പോൾ ഓർണമെൻറ്റ്സ് ആണെങ്കിലും എനിക്ക് സാലറി കിട്ടുന്നത് ഫുള്ള് ഞാൻ വീട്ടിൽ പറയത്തില്ല. അപ്പോൾ 12 കിട്ടുമെങ്കിൽ 10 ഞാൻ പറയുന്നത്. അപ്പം എല്ലാവരുടെയും വിചാരം എന്താണ്, ഈ 10 കിട്ടുമ്പോൾ എങ്ങനെയാണ് ഒരു വീട്ടിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം ഹസ്ബൻഡ് ഞാൻ പറഞ്ഞ കണക്ക് വല്ലപ്പോഴുമാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ വീട്ടിൽ ഒരു 19ാമത്തെ വയസ്സ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം മൊത്തവും ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിലെ സാധനങ്ങളാണെങ്കിലും എല്ലാം. അപ്പോൾ അങ്ങനെ എന്താ പറയുക, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ധന്യ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോകുമ്പോഴും എന്നെക്കൊണ്ടാവുന്ന വിധം കുറച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിലേക്ക്, ഒരാളുടെ വീട്ടിൽ പോലും ഒരു എന്താ പറയുക മുട്ടുസൂചിക്ക് പോലും പോയി ചോദിക്കുന്ന എനിക്ക് താല്പര്യമില്ല. അതിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ശരി, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും ശരി, ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഇല്ല എന്നുള്ളൊരു വാക്ക് ഞാൻ പറയത്തില്ല, ഞാൻ ചെയ്യും. ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കടം മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ 10 രൂപ എനിക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ 12 രൂപ കടം കാണും. 2000 രൂപ കൂടെ ആരെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. 4-ാം തീയതി സാലറി കിട്ടിക്കഴിഞ്ഞാൽ 10-ാം തീയതി ഞാൻ ചെന്നിട്ട് സാറിൻ്റെ അടുത്ത് പറയും, സാറേ സാലറി അഡ്വാൻസ്. അപ്പോൾ സാറ് ചോദിക്കും, നീ 4-ാം തീയതി അല്ലേ പെണ്ണെ പൈസ മേടിച്ചതെന്ന് ചോദിക്കും. എൻ്റെ കെട്ടിയൻ ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ആളുടെ കാര്യങ്ങളെക്കുറിച്ച് എന്താ പറയുക കുറ്റമായിട്ട് പറയുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സാറേ ജോലിയൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പൈസ മേടിക്കും. അപ്പം സാലറി അഡ്വാൻസ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. അപ്പോൾ എൻ്റെത് എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരുടെ അടുത്തൊക്കെ പോയി ചോദിക്കും, ചേച്ചി ഞാൻ പറയും ചേച്ചി എനിക്ക് സാലറി അഡ്വാൻസ് മേടിച്ചു തരും. അപ്പം പറയും വേറെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്യുന്ന ബോയ്സ് ആണെങ്കിലും ഉണ്ട്, എൻ്റെ അനിയന്മാർ തന്നെ, അവരുടെ അടുത്തും ചോദിക്കും സാലറി അഡ്വാൻസ് എനിക്ക് മേടിച്ച് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവനാണെങ്കിലും എന്നെ കളിയാക്കും, ഭാര്യ ജോലിക്ക് പോകുന്നു, ഭർത്താവ് ജോലിക്ക് പോകുന്നു, എന്തുവാടേ, എന്നിട്ട് സാലറി ഇപ്പം മേടിച്ചതല്ലേ ഉള്ളൂ, സാലറി അഡ്വാൻസ് പിന്നെയും ഇതൊക്കെ നാണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പിള്ളേർ. അപ്പം ഞാൻ എനിക്ക് സാലറി അഡ്വാൻസ് വേണം, നിനക്ക് പറ്റില്ലെങ്കിൽ നീ അത് പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ വേറെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് ചോദിച്ചോളാം. ചില സമയത്ത് എനിക്ക് കിട്ടും, ചില സമയത്ത് കിട്ടത്തില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ആ സാലറി അഡ്വാൻസ് മേടിച്ചിട്ടായിരിക്കും ഞാൻ വീട്ടിലേക്ക് ഉള്ള സാധനങ്ങൾ മേടിക്കുന്നത്. ഇത് പിറ്റേ മാസം സാലറി കിട്ടുമ്പോൾ കൊടുക്കും. ഇങ്ങനെ തന്നെ നമുക്ക് ഇങ്ങോട്ട് 10-12 രൂപ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ
ഒന്നുമില്ല കയ്യിൽ. വീട്ടിലേക്ക് ഈ പറയുന്ന ചിട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടുകാർ അറിയാതെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കടം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്വർണ്ണച്ചിട്ടിക്ക് ചേർന്നു. സ്വർണ്ണച്ചിട്ടിക്ക് ചേർന്നിട്ടൊരു മാല എടുത്താൽ ആദ്യം ഒരു ചെറിയൊരു 2 ഗ്രാമിൻ്റെ ഒരു മാല എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു മിന്നി കണക്ക് ഇതെല്ലാം ഞാൻ മേടിച്ചു. അതിനുശേഷം നമ്മുടെ നാട്ടുകാരെന്ന് വെച്ചാൽ അടുത്തൊക്കെ ഉള്ളവർ തന്നെ ഓരോരുത്തർ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അവർ ചോദിച്ചു, ഈ 10,000 രൂപ സാലറി കിട്ടുന്ന അവൾക്ക് എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല, വീട്ടിലെ കുടുംബം നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അവർക്ക് ഇവിടുന്ന് വരുന്നു എന്ന് വരുമാനം. അപ്പോൾ അവരുടെ വിചാരം ഞാൻ വേറെ എന്തോ രീതിയിലാണെന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജോലിക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കടം മേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് ജോലി വരുമാനം കൃത്യ സമയത്ത് ഉള്ളത് കൊണ്ട് ഞാൻ മേടിക്കും. ഞാൻ കടം മേടിക്ക് പിന്നീട് ആ കടങ്ങൾ കൂടി വന്നു ലോണും കാര്യങ്ങളും എടുത്തടയ്ക്കുക. ഈ ലോൺ അടയ്ക്കാൻ സമയമാകുമ്പോഴത്തേക്ക് ഈ പറയുന്ന കണക്ക് കൂടെ ജോലി ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു കൊടുക്കുക. 2 ദിവസത്തിനുള്ളിൽ തരാം, 4 ദിവസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് മേടിക്കും. ഈ 4ാമത്തെ ദിവസം ഇത് കൊടുക്കാനായിട്ട് ഞാൻ വേറെ ആരുടെ കയ്യിൽ നിന്ന് കടം മേടിക്കും. ഇങ്ങനെ കടങ്ങൾ മേടിച്ച് വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഞാൻ ഇങ്ങനെ ലാസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക ഭ്രാന്ത് വന്നു. അങ്ങനെയാണ് ഞാൻ പുറത്തു പോകാന്നുള്ള രീതിയിൽ പുറത്തു വന്നു വെച്ചാൽ ഹസ്ബൻഡിന് ജോലിക്ക് പോകുന്നത് എതിർപ്പല്ലായിരുന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതുകൊണ്ടല്ല, എനിക്ക് ജോലിക്ക് പോയി പൈസയും കാര്യങ്ങളും വരാൻ ഇപ്പോൾ ആൾ കുറച്ചൊന്ന് പുറകിലോട്ടൊന്ന് ഒതുങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പണിക്ക് പോയിട്ട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം അടിക്കുക, വീട്ടിൽ വന്ന് ബഹളം, അങ്ങനെയൊക്കെ. അത് എപ്പോഴും അങ്ങനെ ബഹളമില്ല. ചില സമയത്ത് കഴിച്ച് ഓവറായി കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു കൈയൊക്കെ അടിച്ചൊടിച്ചിട്ടുണ്ട്. അയ്യോ, എൻ്റെ ഇടത് കൈ അടിച്ചൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴും ഇത്ര വണ്ണമല്ലേ ഉള്ളൂ. അന്നും ഞാൻ 35 കിലോയേ ഉള്ളൂ. 35 കിലോ ഇന്ന് മേലോട്ടില്ല, കീപ്പോട്ടില്ല. ഈ ധന്യ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേൽക്കണം. എഴുന്നേറ്റ് ഞാനും ഹസ്ബൻഡ് കുട്ടികൾ മാത്രമായിട്ടും വേറെ മാറി താമസിച്ച സമയത്ത് വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് കുട്ടികൾക്കുള്ളതും ഉണ്ടാക്കി എനിക്കുള്ളതും ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. 9 മണിക്ക് അവിടെ പഞ്ച് ചെയ്യണം. ഈ 9 മണിക്ക് അവിടെ ചെന്ന് കയറി രാവിലെ ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ നേരം കിട്ടത്തേയില്ല. ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇടയ്ക്കെങ്ങാനും വന്നു എന്തെങ്കിലും പഴവോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്പുറത്തുനിന്ന് കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതും ചിലപ്പം 2 മണി അല്ലെങ്കിൽ 1 മണി ആ സമയമൊക്കെ ആവും. പിന്നെ രാത്രി വരുന്നത് ഞാൻ 9:30 കട പൂട്ടി 9:30 വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അതിൻ്റേതായ ജോലി. അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും വേണ്ടിയുള്ള എല്ലാം തയ്യാറാക്കി വെച്ച് ഫുഡ് കഴിച്ചു വീടും വരെല്ലാം തൂത്ത് കിടക്കുമ്പോൾ തന്നെ 12 മണി 12:30 ആ കിടക്കുമ്പോൾ ഞാൻ പിറ്റേ ദിവസം 4 മണിക്ക് എഴുന്നേറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 9 മണിക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഉറക്കവും ബാലൻസ് ചെയ്യാൻ പറ്റാതെ ആയിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ 1-2 വട്ടം തല ഇറങ്ങി വീണ് ലാസ്റ്റ് എൻ്റെ അച്ഛൻ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ അച്ഛനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ആതിരേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ അച്ഛൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഉറക്കക്കുറവിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ എൻ്റെ 18ാമത്തെ വയസ്സിൽ അപ്പം എൻ്റെ അച്ഛനും അമ്മയും ധിക്കരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അന്നേരം അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ എന്താ പറഞ്ഞത്, നീയായിട്ട് എടുത്ത തീരുമാനമാണ്, അതിൽ സുഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും നീ തന്നെ അനുഭവിച്ചോളാൻ പറഞ്ഞു. നിനക്കിവിടെ വന്ന് നിൽക്കാം, അവനുമായിട്ട് സന്തോഷത്തോടെ നിൽക്കുവാണെങ്കിൽ നിനക്കിവിടെ വന്ന് നിൽക്കാം, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു. നീയായിട്ടെടുത്ത തീരുമാനമല്ലേ, നീ തന്നെ നിൻ്റെ ജീവിതം തിരഞ്ഞെടുത്താന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിൽക്കാൻ എനിക്ക് വേറെ ഇടവില്ല. ഞാൻ തിരിച്ചു ചെന്നാൽ എൻ്റെ വീട്ടുകാർക്ക് ഏറ്റവും എനിക്കറിയില്ല. കാരണം എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിന്നു. അപ്പോൾ എൻ്റെ കൈ അടിച്ച് ഓടിക്കുന്ന സമയത്ത് ഞാൻ വെഡ്ലാൻഡിലൊരു തുണിക്കടയിൽ പോയിക്കൊണ്ടിരിക്കുക. കൊല്ലത്ത് വെഡ്ലാൻഡിൽ പോയിട്ടൊരു 2-3 ആഴ്ചയെ പോയിട്ടുള്ളൂ. പോയിട്ട് വഴക്കും കാര്യങ്ങളുമായി ഞാൻ രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ നീ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഞാൻ പോകുന്നില്ല, ഇയാൾ ജോലിക്ക് പോകാൻ പറഞ്ഞു. ഞാൻ എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ നീ എങ്കിൽ ഇന്ന് പോകുന്ന കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ റൂം ഫുൾ 4 സൈഡും അടച്ചിട്ടു. അന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അടച്ചിട്ടിട്ട് ആളെന്നെ അടിക്കുക ചെയ്തത്. കുറേ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു ഇനി എന്നെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. നീ അടിക്കുമോ, എനിക്കതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അടിച്ചപ്പം നമ്മുടെ PVC പൈപ്പില്ലേ, ആ പൈപ്പ് ഇത്രയും വണ്ണം കാണും. ആ PVC പൈപ്പ് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഓങ്ങി.
അടിക്കാൻ നോക്കിയപ്പോൾ ആളത് മേടിച്ചിട്ട് എൻ്റെ കയ്യിലിവിടെ അടിച്ചു. ഒരൊറ്റ അടിക്ക് എന്തോ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് അമ്മ എന്ന് വിളിച്ചിട്ട് ഞാൻ കരഞ്ഞു. അങ്ങനെ ആ സമയത്ത് എൻ്റെ അച്ഛൻ വീട്ടിലോട്ട് വരുമ്പോൾ എൻ്റെ അച്ഛൻ കാണുന്നത് ഞാൻ അങ്ങനെ താങ്ങി പിടിച്ചിട്ട് കരയുക. അച്ഛൻ അപ്പുറത്തെ ആരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് 100 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മോളെ ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നീ കൊണ്ടുവന്നോണമെന്ന് പറഞ്ഞു. അപ്പോൾ ആളെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. കൈക്ക് പൊട്ടലുണ്ട്, എല്ലിന് പൊട്ടലുണ്ട്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് അതിന് മുന്നേ പ്ലാസ്റ്റർ ഇട്ട് കെട്ടട്ടെന്ന് പറഞ്ഞു. പ്ലാസ്റ്റർ ഇട്ടിട്ട് അത് ജോയിൻ്റ് ആയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ അത്രയും വേദന സഹിച്ചിട്ട് കിടക്കുകയാണ്, അനങ്ങാൻ വയ്യാതെ. ആ വേദന സഹിച്ച് കിടക്കുമ്പോഴും ആളുടെ കാര്യം മാത്രമാണ് നോക്കിയത്. ആ വേദന സഹിച്ചിട്ട് ഞാൻ അവിടെ കിടക്കുമ്പോഴും ഞാനതൊന്നും എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആൾക്ക് ഏത് സമയവും ഞാൻ ആളുടെ ഒപ്പം കിടക്കുക, അത് മാത്രമായിരുന്നു ആൾക്ക്. ആ വേദന ഞാൻ സഹിച്ച് കിടക്കുമ്പോഴും ആളുടെ കാര്യം മാത്രമാണ് നോക്കിയത്. അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് എൻ്റെ അമ്മ വന്നപ്പം പറഞ്ഞു, എൻ്റെ മോളെ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ട് അമ്മ വഴക്ക് പറഞ്ഞു. അന്നേരം എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മോളെ നീ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതല്ലേ, നീ പറഞ്ഞെന്താ? ആള് ഗൾഫിൽ പോവുകയാണ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് കല്യാണത്തിന് മുമ്പ്. ഞാൻ പറഞ്ഞു പോയിട്ട് വാ, ഞാൻ കാത്തിരിക്കാമെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് 5 കൊല്ലത്തിൻ്റെ വിസയാണ്, ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് നിന്നെ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കും, പിന്നെ എൻ്റെ മുന്നിൽ കൂടെ നീ കുട്ടികളായിട്ട് പോകുമ്പോൾ എനിക്കതൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കല്യാണം കഴിച്ചതാണ്. സ്നേഹിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു ഇതല്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് ചെന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് വേറൊരു റിലേഷനായിട്ട് ഞാൻ കണ്ടുപിടിച്ച് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ബഹളം ഉണ്ടാക്കി. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എനിക്ക് തിരിച്ചെൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ആളോട് ഒരു 10 കൊല്ലം ജീവിച്ചു. ഈ 10 കൊല്ലവും ഓരോ പെൺകുട്ടികളുടെ വെച്ചിട്ട് ഞാൻ ഫോണിൽ വിളിക്കുന്നതാണെങ്കിലും മെസ്സേജ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഇതെല്ലാം ഞാൻ സഹിച്ച ആൾക്കൊപ്പം ജീവിച്ചു. കാരണം ഞാനായിട്ട് എടുത്തൊരു തീരുമാനമല്ല, എനിക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറ്റില്ലല്ലോ, സഹിച്ചല്ലേ പറ്റൂന്ന് കരുതിയിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും സഹിച്ചു. പിണങ്ങി എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ആൾ 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ പുറകിന് വന്നിട്ട് പറയും, ഞാൻ ഇനി ചെയ്യത്തില്ലടി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. കാരണം സ്നേഹിച്ച് കെട്ടിയതിൻ്റെ പേരിൽ എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും ഞങ്ങളുമായിട്ട് അത്ര വലിയ അറ്റാച്ച്മെൻറ്റ്സ് ഇല്ല, ആരും അങ്ങനെ വലുതായിട്ട് മിണ്ടില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ എൻ്റെ സഹോദരങ്ങൾ വന്ന് എൻ്റെ ഒരു വിശേഷത്തിന് വന്നാൽ പോലും ഞാൻ അവിടെ ഇരുന്നാൽ കൂടി എൻ്റെ ബാക്കിയുള്ള സഹോദരങ്ങളുടെ അടുത്ത് മിണ്ടിയെടുക്കുകയും ചെയ്താലും എൻ്റെ അടുത്ത് മിണ്ടില്ല, അവർ മാറിയിരിക്കും. അപ്പോൾ എനിക്കത് കാണുമ്പോൾ സങ്കടം വരും. ഞാൻ ആലോചിക്കും, ഞാൻ ചെയ്ത തെറ്റിൻ്റെ പുറത്തല്ലേ, ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്കറിയാം. കാരണം അത്രയും സ്നേഹിക്കുകയും ചെയ്ത് എൻ്റെ അച്ഛനും അമ്മയും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആൾക്കൊപ്പം ഇറങ്ങിപ്പോയത്. അപ്പോൾ അതിൻ്റേതായ ദേഷ്യം ഇവർക്ക് കാണും. ഞാൻ എൻ്റെ മനസ്സുണ്ട്, ഞാനായിട്ട് ചെയ്ത തെറ്റാണ്. അത്രയും പേർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എൻ്റെ കുടുംബക്കാർക്ക്. ഞാനെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് അവരത് ചെയ്യുന്നതെന്ന് എനിക്ക്. എന്നാലും എത്രയെന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ടും അവരത് എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. എൻ്റെ അടുത്ത് മാത്രമല്ല, ഇപ്പോൾ കുട്ടികളുടെ അടുത്താണെങ്കിലും അങ്ങനെ തന്നെ കാണിക്കും. അവരുടെ അടുത്തും പലവട്ടവും എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഞങ്ങളുടെ അടുത്ത് എന്താ അമ്മ മിണ്ടാത്തത്, നിൻ്റെ അടുത്ത് മിണ്ടിയില്ലെങ്കിൽ എന്താ, അവർ മിണ്ടിയാലേ നിനക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവർ മിണ്ടിയാലേ ഇവിടെ നിന്ന് ചോറും കറിയും വേവത്തുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് വഴക്ക് പറയുക ചെയ്യുന്നത്. പക്ഷെ എൻ്റെ മുന്നിൽ ഞാനിരുന്നാലും എനിക്ക് അനിയത്തിയുണ്ട്, അനിയത്തിയുടെ അടുത്താണെങ്കിലും ബാക്കിയുള്ള സഹോദരങ്ങളുടെ അടുത്താണെങ്കിലും ഇതൊക്കെ മിണ്ടുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വന്നിട്ടുണ്ട് എനിക്ക്. അതിനുശേഷമാണ് ഞാൻ ആളുടെ അടുത്ത് എപ്പോഴും പറയും, ഞാൻ ഈ ആളോട് ഇറങ്ങി വന്നതിൻ്റെ പേര് ഇയാളെന്നെ പൊന്നു പോലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഇയാൾ ജോലിക്ക് പോയി കുടുംബം നോക്കിയാലും അവർ നമ്മളെ അംഗീകരിക്കും. അപ്പോൾ ഞാൻ പറയും, ആളുടെ വെള്ളവടി കാരണം ഞാൻ പറയും, നീ വെള്ളവടി നിർത്തുക, അല്ലെങ്കിൽ എനിക്ക് ബന്ധം മുന്നോട്ട് പോകണം, എനിക്ക് പറ്റില്ല, എനിക്ക് സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടെന്ന് പറഞ്ഞു. ആൾ ഓരോ പ്രാവശ്യമാണെങ്കിലും നമ്മുടെ അടുത്ത് പറയും, ഞാൻ വെള്ളവടി നിർത്താം, ഒരാഴ്ച അല്ലെങ്കിൽ നീ 1 മാസത്തിനുള്ളിൽ നിൻ്റെ കഴുത്തിൽ നിന്ന് ഞാൻ ഊരി വാങ്ങിച്ചു കൊണ്ടുപോയി പണയം വെച്ച സാധനം ഞാൻ ഒരാഴ്ചക്കുള്ളിൽ അരപ്പവനാണെങ്കിലും ഞാൻ എടുത്തു തരും. എൻ്റെ മോളാണ് സത്യം, എൻ്റെ കുഞ്ഞുങ്ങളുടെ തല വെച്ച് വേണമെങ്കിൽ സത്യം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആളുടെ ഇതിൽ വിശ്വസിച്ചിട്ട് ഞാൻ ശരി, ഇയാളെനിക്ക് സ്വർണം മേടിച്ചിട്ട് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ജോലിക്ക് പോയി കുടുംബം നന്നായിട്ട് നോക്കി. ജോലിക്ക് പോയി കുടുംബം നന്നായിട്ട് നോക്കി ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ആൾ ഇതിനെക്കുറിച്ചും ജോലിക്ക് പോയി.
ജോലിക്ക് പോയി. അന്ന് ബോട്ടിൽ പോകുന്ന പണിയാണ്. ബോട്ടിൽ പോകുന്നതെന്ന് പറയുമ്പം നല്ല ശമ്പളം കിട്ടും. ഒരു 10,000 ആഴ്ചപ്പണിയാണ്. 10,000 15,000 രൂപ അങ്ങനെയൊക്കെ കിട്ടും. ആൾ പോയിട്ട് ഒരാഴ്ച പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പൈസ തീരുന്നിടം വരെ ആൾ പോകത്തില്ല. ആ പൈസ തീരുന്നിടം വരെ ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടേ ഇരിക്കും. വെള്ളം അടിക്കും. നമ്മൾ പൈസ ചോദിക്കുമ്പോൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൾ ഉപദ്രവിക്കും. എന്നാ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ ആണ് ഞങ്ങളുടെ ഉടമസ്ഥർ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ചേട്ടൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോൾ ആ ചേട്ടൻ കാണുന്നത് എന്നെ അടിച്ച് എന്നെ എടുത്ത് എറിയുന്നതാണ്. എന്നെ എടുത്ത് ഒറ്റ ഏറെ എറിഞ്ഞത്. അങ്ങനെ അന്ന് ആ ചേട്ടൻ അവിടെ വഴക്കുണ്ടാക്കി. അവൻ്റെ ഒരടിക്കുണ്ടോടി എന്ന് ചോദിച്ചാൽ അവൾ ഒരുപാട് ഞാൻ കൈ അടിച്ചൊടിച്ചിട്ടുണ്ട്. എൻ്റെ ഈ കാലിൻ്റെ ഇവിടെ ചവിട്ടിയിട്ടുണ്ട്. തല കൊണ്ടുവന്ന് ഭിത്തിയിൽ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് ഇതെല്ലാം കുടിച്ചത്. പക്ഷേ പിറ്റേ ദിവസം പറയുമ്പോൾ ഇതൊന്നും ഓർമ്മയില്ല. ഇതൊന്നും ഓർമ്മയോടെ ചെയ്തതല്ല എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ഒരു ദിവസം സഹി കേട്ടിട്ട് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അന്ന് തന്നെ നല്ല ഉപദ്രവിച്ചു. എൻ്റെ കഴുത്തിൽ കൂടെ ഷാളിട്ട് മുറുക്കി. എൻ്റെ കണ്ണൊക്കെ അടഞ്ഞ് ഇരുട്ട് കയറി. ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോയെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ മോള് കിടന്ന് ബഹളം വെച്ച് കേട്ടോണ്ട് എൻ്റെ അച്ഛനും അമ്മ എഴുന്നേറ്റ് വന്നത്. അന്നും ഇത് കണക്ക് തന്നെ. ആളുടെ ഒപ്പം ഞാൻ വന്ന് കിടക്കാത്തത് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുട്ടികളുടെ ഒപ്പം കിടക്കാമെന്ന് പറഞ്ഞതിനാണ്. നിനക്ക് ഞാനല്ലാതെ വേറെ ആരാടി ഉള്ളേന്ന് ചോദിച്ചു. നമ്മളിപ്പോൾ വീട്ടിലേക്കൊരു എന്താ പറയുക, വീട്ടിലേക്ക് നമ്മൾ പൈസ പലിശയ്ക്ക് എടുക്കുന്നതിന് തന്നെ ആൾ പറയുന്നത് നീ ചോദിക്കുമ്പോൾ തരാൻ എല്ലാവരും ഉണ്ട്, നീ അവരോട് പോയി കിടക്കുന്നതുകൊണ്ടാണ്. ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സാറന്മാരെ വരെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ നിൻ്റെ കണക്കല്ല. ഞാൻ അന്ന് നീയെന്ന് വിളിച്ചു, നിൻ്റെ കണക്കല്ല എന്ന് പറഞ്ഞു. വാങ്ങിച്ചിട്ട് കൊടുക്കാതിരിക്കുന്ന സ്വഭാവമല്ല. ഞാൻ ഒരാളുടെ നിന്ന് മേടിച്ച പറഞ്ഞ സമയത്തിന് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ കിട്ടുന്നത്. അല്ലാതെ അവരുടെ കൂടെ അങ്ങനെ പോകാനാണെങ്കിൽ എനിക്ക് പിന്നെ നിൻ്റെ കൂടെ നിന്നെ എന്നെ ഉപേക്ഷിക്കാമല്ലോ എനിക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ആൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ആളെൻ്റെ നേരെ വന്നു. ഇത് ഞാൻ വാങ്ങിച്ച വണ്ടിയാന്ന് പറഞ്ഞു. നീ വാങ്ങിച്ചതോ എന്തോ ആയിക്കട്ടെ. ഞാൻ വാങ്ങിച്ച വണ്ടി, ഞാൻ മാസം CC അടയ്ക്കുന്ന വണ്ടി, അപ്പോൾ പിന്നെ ഞാൻ എടുക്കാതെ പിന്നെ ആരെടുക്കാനോ വെച്ചു. അന്നേരം എന്നെ ഉപദ്രവിച്ചു. അതിൽ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ചേച്ചിമാർ വന്നിട്ടാണ് ആതിരയെ വിളിക്കുന്നത്. ഞാൻ പേടിച്ചിട്ട് ഞാൻ ഓടി അപ്പുറത്ത് വെളിയിൽ പോയിട്ട് ഒളിച്ചിരുന്നപ്പം വന്ന് പറഞ്ഞു ആതിരയെ വിളിക്കുന്നു, പോകുന്നില്ല, ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജോലി സ്ഥലത്ത് വന്നപ്പോൾ ജോലി സ്ഥലത്ത് വന്നപ്പോൾ ദേഹം മൊത്തം പാടുണ്ട് അടിച്ചേക്കുന്നതിൻ്റെ. അപ്പോൾ ഇവർ ചോദിക്കുന്നത് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കഴുത്തിൽ ഷാൾ മുറുകയുടെ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഇവരുടെ കഴുത്തിലൊക്കെ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്തോ അറിയത്തില്ലെന്ന് പറഞ്ഞു. ഈ ഹസ്ബൻഡ് വെളിയിൽ നിൽക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് ഇവർ പറഞ്ഞു എന്താടി കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ അവരുടെ അടുത്ത് പറയേണ്ടി വന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അയാൾ പോകുന്നില്ല എന്താ. ഞാൻ അപ്പം ചോദിച്ചു ചേച്ചി എന്താണെന്ന് പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ആതിരെ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചിട്ടാണ് ചെല്ലുന്നത്. അത് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നീ എന്തിനാ സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്താൽ? ഞാൻ ചുമ്മാ ചെയ്തേരെ ദേഷ്യം, ഞാൻ ചുമ്മാ ചെയ്തതാണോ കഴുത്തേ കൂടെ ഷാളിട്ട് മുറുക്കുന്നതെന്ന് ചോദിച്ചു. ആ മുറുക്കിൽ എൻ്റെ മോൾ എഴുന്നേറ്റ് കരഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ കാണുമോ? ഞാൻ നിങ്ങൾ ചോദിച്ചു. അതുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ചെന്ന് പോലീസുകാരെൻ്റെ മുന്നേ വെച്ച് അടിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് കരയുക പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ആ പോലീസുകാർ ചോദിച്ചു എടാ നിൻ്റെ ഒരു അടിക്കുണ്ടോ ആ കുട്ടി? അത് നോക്ക്, അതിൻ്റെ കോലം നോക്ക്. നിന്നെ അടിച്ചപ്പോൾ അവൾ എന്തോരം കരയുന്നു. നിൻ്റെ ഫോൺ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഫോണൊക്കെ മേടിച്ചിട്ട് ഫോണൊക്കെ നോക്കിയിട്ട് ഇമാതിരി പരിപാടിയും കൊണ്ട് നടക്കരുതെന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങിച്ച് അവിടെ വെച്ചിട്ടൊന്ന് 11 ദിവസം വന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞു. ആ 11 ദിവസം വെള്ളം അടിച്ചില്ല. 11ാമത്തെ ദിവസം ഒപ്പിട്ടിട്ട് രാത്രി എന്നെ വിളിക്കാൻ വന്നപ്പോൾ വെള്ളം അടിച്ചിട്ട് വന്നു. എനിക്ക് തിരിച്ച് പോയിട്ട് ആ റൂമിൽ കിടക്കാൻ പേടി. കാരണം ഞാൻ കേസ് കൊടുത്തേക്കുന്നതിൻ്റെ വെച്ചിട്ട് എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ടിട്ട് എനിക്ക് പേടി അതിനകത്ത് കിടക്കാൻ. അപ്പം ഞാൻ ഇങ്ങനെ അനങ്ങാതെ ചെന്നിട്ട് ഇരിക്കുക. കിടക്കുന്നില്ലേ? ഞാൻ കിടക്കുന്നതെന്ന്. ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തൊന്നുമില്ല, നീ അതിൽ പേടിക്കണ്ട, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടാണെന്ന്. പക്ഷെ നമ്മൾ പേടിയോടെയാണ് കിടക്കുന്നത്. ഞാൻ കേസ് കൊടുത്തു. ആ ഒരു ആള് വെള്ളം അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, വെള്ളം അടിച്ചില്ലെങ്കിൽ നമ്മുടെ അടുത്ത് മിണ്ടത്തില്ല, സംസാരിക്കാൻ എടുക്കാനൊന്നും വരത്തില്ല, ഇങ്ങനെ ഇരിക്കും. പക്ഷെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഓവറായി കഴിഞ്ഞാൽ പേടി. അങ്ങനെയാണ് ഈ അടിയും ഇടിയും കൊള്ളാൻ വയ്യാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ വിചാരിച്ച് പുറത്തു വന്നു. അങ്ങനെയാണ് ഞാൻ നെതർലൻഡ്സിൽ പോകാനായിട്ട് എൻ്റെ കഴുത്തിൽ അവരുടെയൊക്കെ ഒരു മാല മേടിച്ചിട്ട് അത് ഞാൻ കൊണ്ടുവന്ന് പണയം വെച്ചിട്ടാണ് നെതർലൻഡ്സിൽ കയറി പോകുന്നത്. അപ്പോൾ പിള്ളേരെ അങ്ങ് ഹസ്ബൻഡ് നോക്കുമായിരുന്നു? ഹസ്ബൻഡ് ദേഷ്യം വരുമ്പം പിള്ളേരെ നല്ല ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ നല്ല അടിക്കുകയൊക്കെ ചെയ്യും. കുറ്റിക്കൊക്കെ അടിച്ചിട്ടുണ്ട്.
എൻ്റെ മക്കളുടെ. കൊച്ചുങ്ങളാണ്. ഞാൻ അവർ കുരുത്തക്കേട് കാണിച്ച് അടിക്കും. അടി കൊടുക്കുമ്പോൾ ഞാൻ കമ്പ് വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ എന്താ കയ്യിൽ കരണ്ടിയൊക്കെ കിട്ടുവാണെങ്കിൽ അടിക്കും. പക്ഷെ ഞാൻ നോവിച്ചടിക്കില്ല, ജസ്റ്റ് അടിച്ചിട്ട് ഞാൻ അവരെ അടിച്ചിട്ട് ഞാൻ മാറിയിരുന്ന് കരയും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് നല്ല സങ്കടം വരും. ചില സമയത്ത് കുടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും മിണ്ടാൻ പോകത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അടി കൊടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടുമെന്നുള്ള പേടി. കാരണം എനിക്ക് അടി കൊള്ളാനുള്ള ശേഷിയില്ല. അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ പുള്ളിയുടെ അടുത്ത് മക്കളെ ആക്കിയിട്ട് എങ്ങനെയാണ്? ഇല്ല, എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, പിന്നെ പുള്ളിയുടെ അമ്മയുണ്ട്. ഞാൻ എന്തായാലും പോകുമ്പോൾ എൻ്റെ മക്കളെ അമ്മയുടെ അടുത്ത് എൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടേ പോത്തോളം എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാൻ കൂടെ. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് പോയി രക്ഷപ്പെടുക. കാരണം ആളുടെ മുന്നിൽ, കാരണം നമ്മൾ പോയിട്ട് എന്തായാലും 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 1 മാസത്തെ ലീവിനല്ലേ വരത്തുള്ളൂ. ആ 1 മാസം സഹിച്ചാൽ മതിയല്ലോ. അതല്ല ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോൾ വലിയ പ്രശ്നം കാണില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോകാനായിട്ട് പേപ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അപ്പം ആൾ ഒന്നുകിൽ എന്നെ വിടില്ല, അല്ലെങ്കിൽ 2 പേർക്കും കൂടെ പോകണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ആളുടെ പാസ്പോർട്ടും നമ്മൾ റെഡിയാക്കി 2 പേരും കൂടെ കുവൈറ്റിൽ പോകാനായിട്ട് കൊടുത്തു. അപ്പോൾ ആൾക്ക് ആദ്യം കിട്ടി. എനിക്ക് അന്ന് 27 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ 30 വയസ്സ് കഴിയാതെ കുവൈറ്റിൽ കയറാൻ പറ്റില്ല, കുവൈറ്റിലോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ആൾ അതിന് പോകുന്നില്ല എന്ന് പറഞ്ഞു, പുറത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞു. പോകുന്നെങ്കിൽ 2 പേരും കൂടെ പോകത്തുള്ളൂ. അങ്ങനെയാണ് എനിക്ക് നെതർലൻഡ്സിൽ പോകാനായിട്ട് ഇത് കിട്ടുന്നത്. എന്നെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോട്ടെ. ഇത് നെതർലൻഡ്സ് 1 വർഷത്തെ വിസയാണ്. അത് നമ്മുടെ ആ നാടിനെ കുറിച്ച് പഠിക്കാനും എടുക്കാനുള്ള സ്റ്റുഡൻറ്റ് വിസ കണക്കത്തെ വിസയാണ്. ഞാൻ 1 കൊല്ലം ഞാൻ പോയി നിന്നിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് 2 പേർ കൂടെ പുറത്തു പോകാം. കുട്ടികളുടെ കാര്യമല്ല, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നും ഇങ്ങനെ വാടകയ്ക്ക് താമസിച്ചാൽ മതിയോ? ഇപ്പം നിങ്ങളുടെ വീട്ടുകാരുടെ മുന്നിലാണെങ്കിലും നമ്മുടെ വീട്ടുകാരുടെ മുന്നിലാണെങ്കിലും നമുക്ക് എങ്ങനെ സന്തോഷത്തോടെ അവരുടെ മുമ്പ് ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ? നെതർലൻഡ്സിൽ പോവാം. അങ്ങനെ പോകാനായിട്ടുള്ള പേപ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തു. ആ കൊടുത്ത് ഇരുന്ന സമയത്താണ് വെള്ളം അടിച്ചിട്ട് വന്നിട്ട് സംസാരവും കാര്യങ്ങളുമായിട്ട് എൻ്റെ ഈ കാലയിൽ ചവിട്ടിയത്. കാലയിൽ ബിയർ ഉപ്പി ഉണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ഒരൊറ്റ ചവിട്ട്. അന്ന് ഈ കാല് ഞാൻ വെച്ച് ഒടിഞ്ഞ് ഇവിടെ ഇങ്ങനെ ചവിട്ടിയിട്ട് എനിക്ക് നല്ല വേദന എടുത്ത് ഞാൻ കരഞ്ഞു. വെച്ചാൽ അമ്മാന്ന് പറഞ്ഞ് മുട്ടമയിൽ നിലവിളിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുമ്പോൾ കാല് ബൾജായിട്ട് അത് കെട്ടിവെച്ചു. ഞാൻ നെതർലൻഡ്സിലെ ആ വീട്ടിൽ ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു ആക്സിഡൻറ്റ്, നീ പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ അവർ ഇത്രയും രൂപ മുടക്കി വിസയ്ക്കും കാര്യങ്ങൾക്കും എല്ലാം കൊടുത്തു. ആൾ പാസ്പോർട്ടും തരത്തില്ല, നീ പോകുന്ന എനിക്കൊന്ന് കാണണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും, ഞാൻ ഞങ്ങളുടെ അമ്മായിമ്മ എടുത്ത് പറഞ്ഞു അമ്മ എങ്ങനെയെങ്കിലും എൻ്റെ പാസ്പോർട്ട് മേടിച്ചാൽ ഞാൻ ഇവിടുന്ന് പോയി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്നും കുന്നും നമുക്ക് വാടകയ്ക്ക് കിടക്കണ്ടല്ലോ. അമ്മായിമ്മ ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നു? അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അമ്മ പലവട്ടം അമ്മ പറഞ്ഞിട്ടുണ്ട്, അവളായിട്ടാണ് നിൻ്റെ സ്വഭാവത്തിനും നീ ഇത്രയും ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾക്കും അവളായിട്ടാണ് നിൻ്റെ കൂടെ ജീവിക്കുന്നത്. അവളുടെ സ്ഥാനത്ത് വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ എന്നേ നിന്നെ ഉപേക്ഷിച്ചു. കാരണം ഞാൻ ഒരു ഹസ്ബൻഡ് എങ്ങനെയാണോ ഒരു ഭാര്യനെയും മക്കളെ നോക്കുന്നത് അതുപോലെയാണ് ഞാൻ ആളെയും മക്കളെ നോക്കുന്നത്. എൻ്റെ കൈ വെള്ളയെ വെച്ച് തന്നെയാണ് കൊണ്ടുവന്നത്. 1 രൂപയ്ക്ക് പോലും എങ്ങും പോകേണ്ടി വന്നിട്ടില്ല. സാലറി കിട്ടുമ്പോൾ എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ 500 രൂപ വെച്ച് ഞാൻ കൊടുക്കും ആൾക്ക് വേണ്ടിയിട്ട്. പിന്നെ കൊറോണ വന്ന് കിടന്ന സമയത്താണെങ്കിൽ വീട്ടിലേക്ക് സാധനങ്ങൾ പോയിട്ട് വരുമ്പോൾ ആൾക്ക് സിഗരറ്റ് മേരെ മേടിച്ചുകൊണ്ട് കൊടുക്കും. സിഗരറ്റ്, ബീഡി അതെല്ലാം ഞാൻ തന്നെ മേടിച്ചുകൊണ്ട് കൊടുക്കണം. ഞാൻ തന്നെയാണ് ആളെ വഷളാക്കിയത്, അല്ലെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വീട്ടുകാർ എൻ്റെ ബന്ധുക്കളാരും അംഗീകരിക്കുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ നല്ല ഒരാളായിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ആൾ ചെയ്യേണ്ട പല ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഞാൻ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ഞാൻ തന്നെ ചെയ്യണം. എന്നിട്ട് പറയും ആൾ തന്നതാണ്, അല്ലെങ്കിൽ പൈസ ആണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അമ്മ ആൾ തന്നെയാന്ന് പറഞ്ഞിട്ട് കൊടുക്കും. പിന്നീട് എൻ്റെ വീട്ടിൽ വന്ന് നിന്നപ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കറക്റ്റ് ആളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായത്. അങ്ങനെ പുറത്തു പോകാനായിട്ടുള്ള ഇതെല്ലാം വന്ന് ഞാൻ പുറത്തു പോയി. നെതർലൻഡ്സിൽ പോയി കഴിഞ്ഞ് അതിന് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ വലിയൊരു വീടായിട്ട് വാടകയ്ക്ക് എടുത്തു. 45,000 രൂപ അഡ്വാൻസും 6,000 രൂപ വാടകയും കൊടുക്കണമായിരുന്നു. അപ്പോൾ അവർ ചേട്ടനും അനിയനും ഉണ്ട്. അനിയനും അനിയൻ്റെ വൈഫും കൂടെ തമിഴ്നാട്ടിലായിരുന്നു. അവർ വന്നു, അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയി പിറ്റേ മാസമായപ്പോൾ അനിയനും അനിയത്തിയും കൂടെ എന്തോ പ്രശ്നമായിട്ട് അവർ മാറി. പിന്നെ ആ വീടിൻ്റെ വാടക 6,000 രൂപ ഞാൻ കൊടുക്കണം, 2,000 രൂപ കറണ്ട് ബില്ല്, കുട്ടികളുടെ ഫീസ്, പിന്നെ 2 മാസം കൂടുമ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ. എനിക്ക് 25,000 രൂപ സാലറി. കെയർ ഗീവർ ആണ് കുട്ടികളെ നോക്കുന്നത്.
വീട്ടിൽ തന്നെ ജോലി ചെയ്ത്. അപ്പം ഞാൻ ഈ നെതർലൻഡ്സിൽ പോയപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ, എനിക്ക് 50,000 രൂപ സാലറി ഉണ്ടെന്നാണ്. അവൾക്ക് 50,000 രൂപ സാലറി ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്താ ഒന്നും തരാതെ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാനൊന്നും മിണ്ടാൻ പറ്റില്ല. ഈ പറയുന്ന ഈ 25,000 രൂപ കിട്ടുന്നതിനകത്തുനിന്ന് ഈ ഫീസും കാര്യങ്ങളും എല്ലാം കൊടുത്ത് വീടിൻ്റെ വാടക, കറണ്ട് ബില്ലെല്ലാം കൊടുത്തിട്ട് ഞാൻ ആകെപ്പാട് സേവ് ചെയ്യുന്ന 10,000 രൂപയാണ്. ഈ 10,000 രൂപ ഒരു വർഷം ഞാൻ നിന്നതിൽ ഞാൻ ഇവിടുന്ന് കയറിപ്പോയപ്പോൾ എൻ്റെ അനിയത്തിയുടെ കയ്യിൽ നിന്നും പിന്നെ റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ കയറിപ്പോയിട്ടൊരു 3 മാസത്തിനുള്ളിൽ തന്നെ ഞാനത് കൊടുത്തു തീർത്ത്. അതിന് ശേഷം ആണ് ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ സേവ് ചെയ്ത പൈസ ഏതാണ്ടൊരു 70,000 രൂപയോളം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ അക്കൗണ്ടിലോട്ട് 500, 1000 അങ്ങനെ വെച്ചിട്ടിടുമായിരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർ 1 മാസത്തെ സാലറി എനിക്ക് അധികം തന്നു. ഇതിനിടയ്ക്ക് വെച്ച് ഹസ്ബൻഡിന് സുഖമില്ലാതായിട്ട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ കുറേ നാൾ ഞാൻ പോയതിന് ശേഷം ഇതോടെ 1 മാസം ജോലിക്ക് പോയുള്ളൂ. പിന്നെ ആൾ ജോലിക്ക് പോയില്ല. അതിനിടയ്ക്ക് ഞാൻ എടുത്ത വണ്ടി കൊണ്ടുവന്ന് പണയം വെച്ച് വെള്ളം അടിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ അവന് വണ്ടി റെഡിയാക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ വണ്ടിയുടെ പുറത്തിരിക്കുന്നൊരു ഫോട്ടോ അവന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ വണ്ടി കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്നിട്ടാന്ന് ചോദിച്ചു, ഇത് ആരുടെ വണ്ടിയാന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞിട്ട് ഇത് പണയം വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഞാൻ റെൻറ്റിനെടുത്തതാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഇല്ല, ഞാനങ്ങനെ പണയം വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ദേഷ്യം കയറിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ ഫോട്ടോ സഹിതം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പൈസ അയച്ചു കൊടുത്തു. ഇത് അയച്ചു കൊടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ആ വണ്ടി കൊണ്ടുവന്ന് പണയം വെച്ചു. ആ വണ്ടി കൊണ്ടുവന്ന് എന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ ഞാൻ വണ്ടി എന്തെന്ന് ചോദിക്കുമ്പോൾ പറയും കൂട്ടുകാരൻ കൊണ്ടുപോയേക്കോ, രാത്രിയാവും വരാമെന്ന് പറയും. ഞാൻ പറഞ്ഞു രാത്രി ഞാൻ വിളിക്കാം, എനിക്ക് വീഡിയോ കോൾ വിളിക്കാം, എനിക്ക് വണ്ടി കാണണമെന്ന് പറയും. ഞാൻ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ ഫോൺ എടുക്കത്തില്ല. എന്നാൽ ഞാൻ രാത്രി വിളിക്കുമ്പോൾ എനിക്ക് വണ്ടിയില്ലല്ലോ, വണ്ടി പണയം വെച്ചിരിക്കുമല്ലേ. ലാസ്റ്റ് എൻ്റെ അനിയൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടത്തി വണ്ടി അവിടെ ഇല്ലടേ, പണയം വെച്ചേക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചു അമ്മായിയമ്മയായിട്ടൊരു വഴക്കും കാര്യങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആ വണ്ടി എൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കാതെ വന്നത് നിങ്ങളുടെ മോന് ജോലിക്ക് പോകേണ്ടത് കൊണ്ടാണ് ഞാൻ അവിടെ വെച്ചിട്ട് വന്നത്, എനിക്കെൻ്റെ വണ്ടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായിയമ്മ ആരുടെയോ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് ഈ വണ്ടി എടുത്തു. അത് 1-2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും കൊണ്ടുവന്ന് പണയം വെച്ചു. ഈ പൈസ എന്ത് ചെയ്യുന്നു, വീട്ടിൽ കൊടുക്കുന്നില്ല. കുട്ടികളുടെ അടുത്ത് പിന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ കൊടുക്കില്ല. വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ കൊടുക്കില്ല. ഓഡിയോ കോൾ ആണെങ്കിൽ മാത്രം കൊടുക്കും. ചില സമയത്ത് അമ്മയുടെ അടുത്തും കുട്ടികളുടെ അടുത്തും സംസാരിക്കാനേ സമ്മതിക്കില്ല. ഇതണക്ക് കുടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ ഒന്നി അങ്ങോട്ട് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുമ്പോഴോ ആണ് അമ്മ ഈ കാര്യങ്ങൾ പറയുന്നത്. ചിന്നു ഇന്നത് കണക്കാ കാര്യങ്ങളെന്നൊക്കെ പറയും. വീട്ടിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, വീട്ടിലൊന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല, നീ പൈസ അയച്ചു തരാൻ പറയും. ഞാൻ ഒരു വട്ടം അങ്ങനെ പൈസ അയച്ചു കൊടുത്തപ്പോൾ 1000 രൂപയ്ക്ക് സാധനം മേടിച്ചിട്ട് ബാക്കി 4000 രൂപ എടുത്തു. അതറിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എല്ലാ മാസവും സാധനങ്ങൾ ഞാനാണ് മേടിച്ചു കൊടുക്കുന്നത്. ഈ ഓപ്പറേഷനും കാര്യങ്ങളായപ്പോൾ 10-30,000 രൂപയോളം ആൾക്ക് ഞാൻ ചിലവാക്കി. ഞാൻ ചിലവാക്കിയതുകൊണ്ട് ചിലവാക്കിയെന്ന് പറയില്ല, ഞാൻ ആരുടെയും സഹായവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ നിന്നിട്ട് ഈ കയ്യിൽ കൊണ്ടുവന്ന പൈസ വന്നപ്പോൾ വണ്ടി പണയം വെച്ചിരിക്കുക. ഈ 5,000 രൂപയ്ക്ക് പിന്നെയും കൊണ്ടുവന്ന് വെച്ച സാധനം ഞാൻ 20,000 രൂപ പലിശ സഹിതം കൊടുത്തിട്ടാണ് ആ വണ്ടി എടുത്തത്. ആ വണ്ടി എടുത്ത് അതിനിടയ്ക്ക് ആ വണ്ടിയുടെ 15,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ NOC തരാമെന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയുടെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എൻ്റെ മാല കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് ഞാൻ 15,000 രൂപ കൊടുത്തു. ഞാൻ തിരിച്ച് ദുബായിക്ക് കയറി പോകാനായിട്ടെല്ലാം കൊടുത്തു. പോകുന്നതിന് മുന്നേ ഈ NOC മേടിക്കാനായിട്ട് എൻ്റെ വണ്ടിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ കൊണ്ട് ആ പൈസ അവിടെ എത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ ഒരു 2019 വണ്ടി എടുത്തത്. 2019 വണ്ടി എടുത്ത് 2021 വരെ അടച്ച 13 അടവിൻ്റെ പൈസയും അവിടെ ഇല്ല. എൻ്റെ കയ്യിൽ അവർ പൈസ മേടിച്ചിട്ട് എൻ്റെ തന്ന സ്ലിപ്പുണ്ട്, പൈസ ഇല്ല. 40,000 രൂപയോളം ഇല്ലാത്തത്. അതിന് ശേഷം അടച്ചിട്ടുള്ള പൈസയുള്ളൂ. പിന്നെയും ഞാൻ 62,000 അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടയ്ക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കിടന്ന് സംസാരിച്ചു ഞാൻ. കാരണം നമ്മുടെ പൈസ എന്തായാലും നമ്മുടെ പൈസ എടുത്ത് അവിടെ ഒരു മാനേജർ ആൾ മരിച്ചുപോയി. ആൾ ആത്മഹത്യ ചെയ്തത്, സൂസൈഡായിരുന്നു. പുള്ളി തട്ടിച്ചതാണെന്നാ പിന്നീട് അറിഞ്ഞത്. ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് ഉപഭോക്തൃ കോടതിയിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. ഉപഭോക്തൃ കോടതി കംപ്ലയിൻറ്റ് കൊടുത്ത ആദ്യത്തെ സിറ്റിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ പോയി. രണ്ടാമത് ആയപ്പോഴത്തേക്ക് ഞാൻ പുള്ളീനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ദുബായിക്ക് കയറി പോകുന്നത്. പോയി കഴിഞ്ഞിട്ടാണ് അവിടെ ചെന്നാണ് ജീവിതം ഫുള്ള് മാറി മറിഞ്ഞത്.